അല്ലഹള്ളി ചാമുണ്ടേശ്വരി ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര്. ദുർഗാദേവിയുടെ ഉഗ്രരൂപമായ ചാമുണ്ഡി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. പ്രശസ്തമായ ചാമുണ്ഡി ഹിൽ ക്ഷേത്രത്തിൽ നിന്നും വ്യത്യസ്തമായി അല്ലഹള്ളി ക്ഷേത്രം ഗ്രാമത്തിലെ ഭക്തർക്കായി നിർമ്മിച്ചതാണ്. എല്ലാ ദിവസവും മല കയറാൻ കഴിയാത്തവർക്ക് സമീപത്തു തന്നെ ദേവിയെ ആരാധിക്കാനായി ഒരു ക്ഷേത്രം സ്ഥാപിച്ചു. ഏകദേശം 100 വർഷത്തിലേറെ പഴക്കമുള്ളതായി പ്രാദേശിക വിശ്വാസികൾ പറയുന്നു. അല്ലഹള്ളി ഗ്രാമവാസികൾ ചേർന്നാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചാമുണ്ടേശ്വരി അമ്മയാണ് മുഖ്യ വിഗ്രഹം. മൈസൂരിൻ്റെ രക്ഷാദേവിയായി ചാമുണ്ടേശ്വരി ദേവി ആരാധിക്കപ്പെടുന്നു. പ്രശസ്തമായ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലെ അമ്മയുടെ പാദം ഇവിടെയാണെന്നാണ് സങ്കല്പം. അലനഹള്ളി പ്രദേശം പഴയകാലത്ത് ഒരു ചെറിയ ഗ്രാമമായിരുന്നു. ഗ്രാമത്തിൽ പലർക്കും സ്വപ്നദർശനം ലഭിച്ചതായി പറയപ്പെടുന്നു. ഒരു ഭക്തന് സ്വപ്നത്തിൽ അമ്മ ചാമുണ്ഡി ദേവി പ്രത്യക്ഷപ്പെട്ടു. എനിക്ക് ഇവിടെ സാന്നിധ്യം സ്ഥാപിക്കൂ എന്ന് ആവശ്യപ്പെട്ടു. അതിനുശേഷം ഗ്രാമവാസികൾ ചേർന്ന് ഒരു ചെറിയ മണ്ഡപം പണിതു. പിന്നീട് അത് വികസിച്ച് ഇന്നത്തെ ക്ഷേത്രമായി മാറി. ഈ പ്രദേശത്ത് രോഗങ്ങൾ, പ്രത്യേകിച്ച് പകർച്ചവ്യാധികൾ പണ്ടുണ്ടായിരുന്ന ഒരു കാലത്ത് വ്യാപകമായിരുന്നു. പ്രത്യേക പൂജകൾ നടത്തിയ ശേഷം ഗ്രാമം ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന വിശ്വാസം ഇന്നും നിലനിൽക്കുന്നു. വിവാഹ പ്രശ്നങ്ങൾ, സന്താനലബ്ധി, കുടുംബ കലഹങ്ങൾ എന്നിവയ്ക്ക് ഭക്തർ ഇവിടെ പ്രാർത്ഥിക്കുന്നു. നവരാത്രി കാലത്ത് ക്ഷേത്രത്തിൽ അലങ്കാര ദർശനം, ഓരോ ദിവസവും വ്യത്യസ്ത രൂപങ്ങൾ, പ്രത്യേക ചണ്ഡികാ ഹോമം, കുമാരി പൂജ, അന്നദാനം എന്നിവ ഉണ്ടാവും. ഈ സമയത്ത് പ്രദേശത്തെ ഭക്തർ, സ്ത്രീകൾ പ്രത്യേകിച്ചും വലിയ ഭക്തിയോടെ പങ്കെടുക്കുന്നു. മൈസൂർ നഗരം ചാമുണ്ഡി അമ്മയുടെ കാവലിലാണ് എന്നാണ് വിശ്വാസം. പ്രശസ്തമായ ചാമുണ്ഡി ഹിൽ ക്ഷേത്രത്തിൻ്റെ ആത്മീയ ശക്തി ഈ പ്രദേശങ്ങളിലും അനുഭവിക്കാമെന്നതാണ് ഭക്തരുടെ അനുഭവം. അമ്മയുടെ പാദം, ചാമുണ്ഡി ദേവിയുടെ പാദം ആണ് ഇവിടെയുള്ളത് എന്നാണ് ഒരു സങ്കല്പം. ശാന്തവും സമാധാനപരവുമായ അന്തരീക്ഷം, ഗ്രാമീണ ഭക്തിയുടെ സത്യസന്ധത, കുടുംബസമേതം പ്രാർത്ഥിക്കാൻ അനുയോജ്യം, പ്രശ്നങ്ങളുള്ളവർ മനസ്സമാധാനം കണ്ടെത്തുന്ന സ്ഥലം. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ ക്ഷേത്രത്തിൽ പോകാനും അമ്മയുടെ ദർശനം നടത്താനും സാധിക്കുമോ എന്ന് അറിയില്ല. എനിക്ക് എന്തോ ഭാഗ്യത്തിന് ഇവിടെ സന്ദർശിക്കാനും ഈ അമ്മയുടെ ദർശനം നേരിട്ട് ലഭിക്കാനും അത് വീഡിയോയിലെടുക്കാനുമുള്ള ഭാഗ്യം ലഭിച്ചു. അപ്പോൾ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശ്രീ ചാമുണ്ടേശ്വരിയേ നമഃ.